സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഉണർന്നു. ഒപ്പം വിപണിയും സജീവം. കരോളിന്റെ സംഗീതവും നക്ഷത്രത്തിളക്കവും ഡിസംബറിന്റെ മഞ്ഞും ചേർന്ന ഉത്സവരാവിനെ വരവേൽക്കാനൊരുങ്ങി ലോകം. ആഘോഷങ്ങൾ എപ്പോഴും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാര്യമാണ്. അതിന്റെ സൗന്ദര്യം കൂട്ടുന്നത് അലങ്കാരങ്ങളും. ഈ ക്രിസ്മസ് രാവും നക്ഷത്ര വിളക്കുകളാൽ അലങ്കൃതമായി. നക്ഷത്രങ്ങളും ലൈറ്റുകളും ക്രിസ്മസ് ട്രീകളും റിബണുകളും അങ്ങനെ എല്ലാം കൂടുമ്പോൾ ആടിയും പാടിയും നമുക്ക് ആഘോഷം കെങ്കേമമാക്കാം. LED സ്റ്റാറുകൾക്ക് തന്നെയാണ് ഇത്തവണയും പ്രിയം. അതുപോലെ തന്നെ പുൽക്കൂട്, ക്രിസ്മസ് ട്രീ തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ്. സ്റ്റാർ വാങ്ങിച്ചില്ലേ? സ്റ്റാർ വാങ്ങിച്ചു. സ്റ്റാറിന് എന്താ വില? അല്ല, ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു സ്റ്റാർ വാങ്ങിയതാണ്. ചെറിയ മോന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാർ വാങ്ങിയതാണ്. എങ്ങനെയാ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുന്നത്? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എന്നാൽ പേപ്പർ സ്റ്റാറുകൾക്ക് വിപണി ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. നിരോധിത പ്ലാസ്റ്റിക് സ്റ്റാറുകൾ മാർക്കറ്റുകളിൽ നിന്നും അപ്രത്യക്ഷമായി. LED സ്റ്റാറുകൾക്ക് 150 രൂപ മുതലാണ് വില. അത് 1500 വരെയും എത്തും. സാന്തയുടെ മാസ്ക്, പുൽക്കൂട് 1500നും 2000നും ഇടയിലാണ് വില. ഇതിൽ ക്രിസ്മസ് ട്രീ ആണ് മുൻപൻ. 200 രൂപ മുതൽ 7000 രൂപ വരെ വില വരുന്ന കൂറ്റൻ ക്രിസ്മസ് ട്രീയും വാങ്ങാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിപണിയിൽ വിലക്കുറവാണെന്ന് തന്നെയാണ് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ കാവ്യ ഫാൻസി ഉടമ ശ്രീജ പറയുന്നത്. ഓരോ ഡിസൈനിൽ ഇപ്രാവശ്യം ഒരു 3-4 ഡിസൈൻ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ പേപ്പറിലും അതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. വെൽവെറ്റ് മോഡലിലായിട്ട് പേപ്പറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റാർ ഉണ്ടാവുന്നുണ്ടോ? പ്ലാസ്റ്റിക് എന്നല്ല, LED സ്റ്റാർ, പിന്നെ പേപ്പർ സ്റ്റാർ, അങ്ങനെ പറയാം. LED ലൈറ്റ്, അതിൻ്റെ പേപ്പർ സ്റ്റാർ. എങ്ങനെയാണ് വില വരുന്നത്? വില പേപ്പർ സ്റ്റാർ 10 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. കൂടുതൽ പോയാൽ 350 രൂപയോടെ. ഇതോ പ്ലാസ്റ്റിക് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ തൊട്ട് ഒരു 650 രൂപ. പുൽക്കൂട് നമ്മളടുത്ത് ഉള്ളത് ഒരു മീഡിയം ലെവലേ ഉള്ളൂ. ഇതിലും ചെറുത് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു. ഒരു 200 രൂപ തൊട്ടുള്ള പുൽക്കൂട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് ഒരു 450-500 ആടുന്ന അങ്ങോട്ടേക്കുള്ളതല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കുറവ് തന്നെയല്ലേ? വില കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓരോ കൊല്ലം പോകുന്നതിന് വില കുറഞ്ഞു തന്നെയാണ് വരുന്നുള്ളത്. കൂടിയിട്ടൊന്നുമില്ല. ഫ്രീ ആയാലും എല്ലാം പൈസ കുറവ് തന്നെയാണ് ഇപ്രാവശ്യം. വിണ്ണിലെ വെണ്ണക്ഷത്രം മണ്ണിലേക്ക്, മനുഷ്യന്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചത്തിന്റെ ഉത്സവം കൂടിയാണ് ക്രിസ്മസ്. ആ വെളിച്ചം ഓരോ വീടുകളിലും തെളിച്ചത്തോടെ കത്തി നിൽക്കുന്നുണ്ട്. സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന വലിയ സന്ദേശം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ ഏവർക്കും സന്തോഷത്തിൻ്റേത് കൂടിയാവട്ടെ.